എവിടുന്ന് തുടങ്ങുന്നു എന്ന് ചോദിച്ചാൽ സ്കൂൾ മുതൽ അറിയാം. കോളേജിൽ ഒപ്പമായിരുന്നു. ഹരി ലിറ്ററേച്ചർ എടുത്തു, ഞാൻ കെമിസ്ട്രി ആയിരുന്നു. പുള്ളിയുടെ അച്ഛനും അമ്മയൊക്കെ ഇപ്പോഴും ഉണ്ടോ? അമ്മ എന്റെ അമ്മയായിരുന്നു അവന്റെ അമ്മ. കുഞ്ഞിലേ തന്നെ ഹരിക്ക് അമ്മയില്ലാതായതാ. അച്ഛൻ ഇപ്പോഴും ഉണ്ട് നാട്ടില്, വയസ്സായി. വേറെ ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ ആരുമില്ല. രാഗിണിയുമായിട്ടുള്ള വിവാഹം നടക്കുമ്പോഴൊക്കെ നിങ്ങൾ തമ്മിൽ നല്ല ടേംസിലായിരുന്നല്ലോ. അതെ, എങ്ങനെയായിരുന്നു ആ വിവാഹം നടന്നത്? സത്യത്തിൽ ഞാൻ കൂടി ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ വിവാഹം നടന്നതെന്ന് വേണമെങ്കിൽ പറയാം. ആരാധികയായിട്ടാണ് രാഗിണി ഹരിയുടെ ജീവിതത്തിലേക്ക് കയറി വന്നത്. ആരാധന പിന്നീട് മറ്റൊരു തരം ബന്ധമായി. മറ്റു പെൺകുട്ടികളുമായി അടുപ്പമുണ്ടെന്ന് അറിഞ്ഞിട്ടും അവന്റെ ഭാര്യയാകാൻ വേണ്ടി ആ പെൺകുട്ടി വീട്ടുകാരുമായി ശരിക്കും പൊരുതിയിട്ടുണ്ട്. എനിക്കറിയാം. എന്നിട്ട് പിന്നീട് അത് പ്രശ്നമായി മാറിയല്ലോ. അത് പിന്നെ മാറാതിരിക്കുമോ? ഭാര്യയായി കഴിയുമ്പോഴല്ലേ പെൺപിള്ളേർ പോലും എന്താ ഭാര്യയുടെ സ്വഭാവം എന്നറിയുന്നത്. ഒടുവിലൊടുവിൽ ഫോണിലൂടെ ഒരു പെണ്ണിന്റെ ശബ്ദം കേട്ടാൽ പോലും അവര് തെറി പറയുമായിരുന്നു എന്നാണല്ലോ കേൾക്കുന്നത്. കുറെയൊക്കെ ശരിയാണ്. മുറുമുറുപ്പിൽ തുടങ്ങി പൊട്ടിത്തെറിൽ അവസാനിച്ച ഒരുതരം റിലേഷൻഷിപ്പ് ആയിരുന്നു അത്. ആദ്യമൊക്കെ അവർ തമ്മിലുള്ള വഴക്കിന്റെ ഡീറ്റെയിൽസ് രാഗിണി ഇവിടെ വന്ന് എന്നോടും ഇവളോടും പറയുമായിരുന്നു. ഞങ്ങൾക്ക് അതിൽ പലപ്പോഴും ഇടപെടേണ്ടിയും വന്നിട്ടുണ്ട്. പിന്നെ അത് നിർത്തി. കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് നിങ്ങൾ തമ്മിൽ അത്ര നല്ല റിലേഷൻഷിപ്പ് അല്ലായിരുന്നു എന്ന് കേട്ടല്ലോ. കേട്ടത് നേരാണ്. എന്താ തെറ്റാൻ കാരണം? കാരണം തുളസി എന്നൊരു സിനിമയെ പറ്റി കേട്ടിട്ടുണ്ടോ? പിന്നെ ഈയിടെ ഇതാ പിടി എന്ന് പറഞ്ഞ് കയറി വന്നൊരു സ്റ്റാറല്ലേ, ഏതൊരു നടന്റെ പേരുമായിട്ട് ബന്ധപ്പെട്ട് ഗോസിപ്പ് ഓളങ്ങളിൽ കിടന്ന് വിലസുന്ന പെണ്ണ്. അത് തന്നെ. അവളെ കണ്ടെത്തുന്നതും ഫിലിമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും സ്റ്റാർ ആക്കുന്നതും എല്ലാം ഹരിയാണ്. വളരെ പൂർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് പെൺകുട്ടിയായിരുന്നു തുളസി. പത്രക്കാർ അവളെയും ഹരീഷിനെയും കണക്ട് ചെയ്ത് അതും എഴുതാൻ തുടങ്ങിയപ്പോൾ രാഗിണിക്ക് അതൊരു പ്രശ്നമായി. ഇവിടെ വരിക, ഇവളുടെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുക, കരയുക, ഇതൊക്കെയാണ് പതിവായിരുന്നു. ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടും. ഒരു ദിവസം തീരെ നനച്ചിരിക്കാതെ രാഗിണി ഇവിടെ കയറി വന്നു. അവൾ ആകെ ക്ഷോഭിച്ചിരുന്നു. കുട്ടി ഇപ്പൊ ആരാ ഇത് ഫോണിൽ വിളിച്ച് പറഞ്ഞത്? ആരാണെന്ന് പറഞ്ഞില്ല. ഒരു അനോണിമസ് കാളിന്റെ പേരിൽ. അനോണിമസോ ജെനുവിനോ എന്നുള്ളതല്ല, എനിക്കത് നേരാണോ എന്ന് അറിയണം. അവളുടെ വീട് അറിയായിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വരില്ലായിരുന്നു, നേരെ പോയേനെ. എന്താ പറയുക? രാഗിണി ഒരു കാര്യം ചെയ്യും, ഇവിടെ ഇരിക്കൂ. ഞാൻ പോയി ഹരി അവിടെ ഉണ്ടോ നോക്കിയിട്ട് വരാം. അതുപോരാ, നിങ്ങൾ ഫ്രണ്ട്സ് ആണ്. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ട് ഉണ്ടെങ്കിലും ഇല്ലെന്നേ പറയൂ. ആരെങ്കിലും അറിഞ്ഞാൽ മോശമാവില്ലേ രാഗിണി? അതുകൊണ്ട് തന്നെയാണ് മറ്റാരോടെങ്കിലും ചോദിച്ചു വഷളാക്കാതെ നേരെ ഇങ്ങോട്ട് പോകുന്നത്. നിങ്ങൾ എന്റെ ഒപ്പം വന്ന് അവളുടെ വീട് കാണിച്ചു തരുന്നുണ്ടോ? ഇല്ലെങ്കിലും ഞാൻ പോവും. ഈ പറഞ്ഞ പോലെ വേറെ ആരെങ്കിലും വിളിച്ച് കാര്യം പറയേണ്ടി വരും. അതേതായാലും വേണ്ട, നിങ്ങൾ എന്നെ ഒന്ന് ഒപ്പം പോകൂ. ഞാൻ വരാം. സാറിന് ഇങ്ങോട്ട് കയറി വരാം. എവിടേക്കെങ്കിലും വിളിച്ചോണ്ട് പോയി കാറുമായി കാത്തു നിൽക്കുന്നെങ്കിൽ ഇനി വഴിക്കേണ്ട. എനിക്കിതൊന്ന് നേരിട്ട് കണ്ടാൽ മാത്രം മതിയായിരുന്നു. സ്റ്റാർ ആവാൻ നിൽക്കുന്നു. ഇതുപോലെ 4 ഡയറക്ടർമാരുണ്ടെങ്കിൽ ഏത് തേവിടിശിക്ക് സ്റ്റാർ ആവാം. ചുമ്മാ അല്ല പത്രക്കാരൻ നിന്നെ പറ്റി പറയുന്നത്. അതിന് കൂട്ടു നിൽക്കാൻ ഒരു തള്ളേ. വേണ്ടാത്തത് പറയരുത്. അമ്മയൊന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? എന്താണ് പറഞ്ഞത്? ആവശ്യമില്ലാതെ സീൻ ഉണ്ടാക്കാതെ. ആവശ്യമില്ലാതെയോ? ഇതിന് ഞാൻ മിണ്ടില്ലെങ്കിൽ പിന്നെ ഏതായി ആവശ്യമുള്ളത്? ആ കുട്ടി എന്റെ പടത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ്. എനിക്ക് അവളോട് പലതും ഡിസ്കസ് ചെയ്യാനുണ്ടാവും. ആയിക്കോളൂ, പക്ഷേ പട്ടപ്പകൽ 4 പേര് അറിയ തന്നെ വേണം നിങ്ങളുടെ ഡിസ്കഷൻ. ഇവളുമാർക്കോ നാണോ മാനോ ഇല്ല. എന്തിനും തയ്യാറായി ഇറങ്ങിയിരിക്കുക. നിങ്ങൾ 4 പേര് അറിയുമെന്ന് പോലും ഒന്നും ഓർക്കാതെ. സാറിന്റെ മാനിപ്പുലേഷൻസ് ആയിരിക്കും മൊത്തത്തിൽ, അല്ലേ? ഉപദേശിച്ച് കുടുംബം കലക്കാനുള്ള അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് ഇപ്പോഴാണ് അവിടെ കിട്ടിയത്. എനിക്ക് നിങ്ങളുടെ കുടുംബം കലക്കിയിട്ടൊന്നും കിട്ടാനില്ല. ഉണ്ടാവണമല്ലോ. ഭർത്താവിന് അങ്ങനെ ആവാമെങ്കിൽ എനിക്ക് ഇങ്ങനെയും ആവാം എന്നൊരു ഭാര്യയ്ക്ക് തോന്നാൻ വളരെ എളുപ്പമാണല്ലോ. ഹരി, അനാവശ്യം പറയരുത്. മിണ്ടരുതാ പട്ടി. നിന്നെ എനിക്ക് മനസ്സിലായില്ലെന്ന് കരുതിയോ? എന്നെ അങ്ങ് മറ്റേ ലിസ്റ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇവളുടെ മുമ്പ് നല്ലവനാവാമല്ലോ. ഒരു ഫിലിം മേക്കർക്ക് അയാളുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ മീറ്റേണ്ടി വരും. അതിലാണും പെണ്ണും ഉണ്ടാവും. അതിന്റെ എല്ലാം പിന്നാലെ മണത്ത് വന്നിട്ട് വീട്ടിലെ സ്വൈര്യം കിടത്താൻ ശ്രമിച്ചാലുണ്ടല്ലോ, അടിച്ചിനെ കഴുത്തിയാൻ തിരിച്ചോളെ. നീ അത് പോയിക്കോളൂ.
പിന്നീട് ഞാനും ഹരിയും തമ്മിൽ മിണ്ടിയിട്ടില്ല. ആ പെണ്ണ് ആദ്യത്തെ പടത്തോടെ സ്റ്റാറായി. ഹരി വാശിക്കെടുത്ത അടുത്ത പടത്തോടെ സൂപ്പർ സ്റ്റാറും. പക്ഷെ പിന്നീട് അവർ തമ്മിൽ തെറ്റി. ഞാനൊരു സ്ത്രീയെ സംശയിക്കുന്നുണ്ട്. പക്ഷെ അത് രാഗിണിയാണ്. രാഗിണിയെ പോലെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് ഹരികൃഷ്ണനെ പോലൊരു പുരുഷനെ അങ്ങനെ കൊലപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നലില്ല. സഹായത്തിന് ഒപ്പം ആരെങ്കിലും ഒരാൾ കൂടി വേണം. ഒന്നുകിൽ വേറൊരു സ്ത്രീയോ, അതല്ലെങ്കിൽ അതിനേക്കാൾ പ്രോബബിൾ ആയിട്ട് വേറൊരു പുരുഷനോ. രാഗിണിക്ക് ഈ മർഡറിൽ പങ്കുണ്ടെന്ന് തെളിഞ്ഞാൽ രാഗിണിയുമായി ഏറ്റവും അടുത്ത് സഹകരിച്ചിട്ടുള്ള ഫാമിലി എന്ന നിലയ്ക്ക് എനിക്ക് നിങ്ങളുടെ ഈ ഫാമിലിയെയും, എന്തിനാ വളച്ചിരിച്ച് പറയുന്നത്, നിങ്ങളെ തന്നെയും സംശയിക്കേണ്ടി വരും. வணக்கம் சார். ஆ. மேனேஜர் வெளியிலே போயிருக்கு. டேட் விஷயம் ஏதாவது சொல்லணும்னா அவர் வந்தா தான் தெரியும். തുളസി ഇല്ലേ? இருக்கு, എங்கே இருக்கு? உள்ள இருக்கு. மேக்கப் போட்டுட்டே இருக்கு. നിങ്ങൾ മലയാളികളല്ലേ? ஆமா. പിന്നെന്താ മലയാളം പറയാത്തത്? ഫീൽഡിൽ പഴകുന്നവർ അധികവും തമിഴന്മാരും തെലുങ്കന്മാരും ഒക്കെ ആയതുകൊണ്ട് എപ്പോഴും തമിഴ് താൻ വരും. തുളസി എനിക്കൊന്ന് കാണണമല്ലോ. இப்ப முடியாது சார். அங்க செட்டில டைரக்டர் கூட வெயிட் பண்ணிட்டு இരിക്കുന്നു. சீக்கிரமா மேக்கப் போட்டு அங்க ചെല്ലാൻ തുടങ്ങ അവള്. ഇന്നലെ വരുമ്പോ വെളുപ്പിന് 2 മണി. ഡേറ്റ് വിഷയന്നാ ഈ വർഷം ഡേറ്റേ കിടയാതെ. ഇത് ഡേറ്റ് വിഷയമൊന്നല്ല. ഞാൻ അവരെ ഒരു കൊലക്കേസുമായി ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ വന്ന പോലീസ് ഓഫീസറാണ്. വിളിക്കവരെ ഇങ്ങോട്ട്. ഹരികൃഷ്ണ സാറിന്റെ? അത് തന്നെ സാർ. ഇപ്പൊ അവളെ വിളിച്ച് ചോദ്യം ചെയ്താ അവളുടെ മൂടേ പോയിടും. ഷൂട്ടിങ്ങും ക്യാൻസൽ ആവും. സായങ്കാലം വന്ന നിമ്മതിയാ. സായങ്കാലം വെറുതെ വൈകുന്നേരം വരാനൊന്നും നേരമില്ല. നിങ്ങളെ കുട്ടിയെ കൊണ്ട് വിളിക്കേ. മേക്കപ്പിൽ ഇരിക്കുകയാണ്. അത് സാരമില്ല. ഇരിക്കൂ. വേറെ ആരും ഇവിടെ നിൽക്കണമെന്നില്ല. സാർ, ഞാൻ ഒന്നും അറിഞ്ഞതല്ല സാർ. പത്രക്കാർ വെറുതെ അതും ഇതുമൊക്കെ എഴുതി വിടുന്നതല്ലാതെ ഞാൻ ഇക്കാര്യത്തിൽ തീർത്തും ഇന്നസെന്റ് ആണ് സാർ. നിങ്ങൾ ഈയിടെ ഏതൊരുത്തനെ കാശും കൊടുത്ത് പറഞ്ഞു കേട്ടോ ഹരികൃഷ്ണന്റെ സെറ്റിൽ പോയി അലമ്പുണ്ടാക്കാൻ? ഫോണിൽ വിളിച്ച് അയാളുടെ ഭാര്യയെ ഭീഷണിപ്പെടുത്തിയെന്ന് കേട്ട നേരാണോ? ഭീഷണിപ്പെടുത്തി? ഒന്നുകിൽ നിങ്ങൾ അല്ലെങ്കിൽ അയാൾ, രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളെ അടുത്ത കൊല്ലം ഫീൽഡിൽ ഉണ്ടാവുള്ളൂ എന്നേതെങ്കിലും സെറ്റിൽ ഇരുന്ന് പറഞ്ഞായിരുന്നോ? ഹരികൃഷ്ണൻ കൊല്ലപ്പെട്ട വിവരം ആരാ നിങ്ങളോട് പറഞ്ഞേ? ആരോ? ആരോ? അവനേക്കാ സത്യം പറ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പൊ നേരെ തൂക്ക സ്റ്റേഷനിലേക്ക്. പിന്നെ ഇന്നത്തെ ഷൂട്ടിംഗ് അവിടെ ആയിരിക്കും. അയ്യോ സാർ, പ്ലീസ്. ഞാനൊന്നും അറിഞ്ഞതല്ല. ഞങ്ങൾ തമ്മില് അവസാനം നല്ല ടേംസിലല്ലായിരുന്നു. അതല്ലാതെ ഈ കേസുമായിട്ട് ദൈവസത്യമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മർഡർ നടന്ന ദിവസം, അതായത് ജനുവരി 18-ാം തീയതി, നിങ്ങളോടായിരുന്നു? ഷൂട്ടിങ്ങിലായിരുന്നു. എവിടെ? ഇവിടെ മദ്രാസിലോ? ഇവിടെ തന്നെ. 17-ാം തീയതിയാ ഞാൻ മദ്രാസിൽ നിന്ന് വന്നത്. അന്ന് ഏത് പടത്തിന്റെ ഷൂട്ടിംഗ് ആയിരുന്നു? KR മൂവീസിന്റെ പടം. സൂര്യപ്രകാശ് ഡയറക്ടർ. എന്താ പടത്തിന്റെ പേര്? ഒരുമിച്ച ദുഃഖത്തിൽ പങ്കുചേരാൻ. അന്ന് എവിടെയായിരുന്നു കളി? ബീച്ചില് ഡൂവറ്റ് എടുക്കായിരുന്നു. 6 മണിക്ക് തുടങ്ങി രാത്രി 2 മണി വരെ ഷൂട്ടിംഗ് ആയിരുന്നു. 2 മണിക്ക് വന്നു കിടന്ന് ഉറങ്ങി. പിന്നെ കാലത്ത് 9 മണിക്ക് അമ്മ വന്ന് വിളിച്ചു നിർത്തി കാര്യം പറയുമ്പോഴാ ഞാൻ ആ വിവരം അറിയുന്നത്. ഉറങ്ങാൻ പോണതിന് മുമ്പ് സ്ലീപ്പിംഗ് പിൽസ് അടിക്കുന്ന ശീലമുണ്ടോ? ഉണ്ട് സാർ. ആഹാ, അനിലിനെ കുറച്ചു ദിവസം ആയില്ലോ ഈ വഴിക്ക് കണ്ടിട്ട്. ഞാനിങ്ങനെ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു കമ്പ്യൂട്ടർ കോഴ്സിന്റെ, അതിന്റെ പ്രിപ്പറേഷനിലായിരുന്നുകൊണ്ട് ഇടയ്ക്ക് ശില്പ വിളിച്ചിരുന്നു. ഇരിക്കൂ. ശില്പ ഉറക്കമാണെന്നാ തോന്നുന്നത്. വിളിക്കാം. ഹലോ,
ഫേവറേറ്റ് ഡയറക്ടർ തട്ടിപ്പോയതിന്റെ ദുഃഖാരണമായിട്ടാണോ പുള്ളിയുടെ പടങ്ങളുടെ ഒരു ഫെസ്റ്റിവൽ തന്നെ വെച്ചിരിക്കുന്നത്? അന്നത്തെ പണക്കം ഇപ്പോഴും മാറിയില്ലേ? നമുക്കൊന്ന് കറങ്ങിയിട്ട് വരാം. ഞാൻ ആ ലൈബ്രറി പോയിരിക്കാം. കുട്ടി അങ്ങ് പോകുന്നേരെ. ഓ, ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിയിട്ട് അത് സാരമില്ല, വരൂന്നേ പ്ലീസ്. അതിനിപ്പോ സാറ് വരുമല്ലോ. ഏത് സാറ്? ട്യൂഷൻ സാറ്. എപ്പോ? ഇപ്പൊ വരും. കറക്റ്റ് 12 മണിക്ക് പുള്ളി എത്തും. 2-3 മിനിറ്റ് ഉണ്ടല്ലോ, നമുക്ക് അതിനു മുമ്പായിട്ട് മുങ്ങാം. അതിന് പുള്ളി ഇപ്പൊ എത്തുന്നേ. സാറിന്റെ വരവും പോക്കും നോക്കിയിട്ടാ അമ്മ മിക്കപ്പോഴും ഇവിടെ ക്ലോക്ക് കറക്റ്റ് ചെയ്യുന്നേ. നമുക്ക് വരാം. കണ്ടില്ലെങ്കിൽ സാറിന് പൊയ്ക്കോളുന്നേ. അയ്യോ, ട്യൂഷൻ, അതും മാത്സിന്റെയാ. എനിക്ക് ഒരു പിടിയില്ലാത്ത സബ്ജക്റ്റാ. കണക്കൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഗുഡ് ആഫ്റ്റർനൂൺ സർ. അനിൽകുമാറോ? എന്തൊക്കെയുണ്ട്? ഒന്നുമില്ല സാർ. സാറിനെ പോലുള്ളവരിങ്ങനെ പോയി ട്യൂഷൻ കൊടുത്താൽ ഞങ്ങളെ പോലുള്ളവരാ ചുറ്റിപ്പോകുന്നത്. അയ്യോ, അതെങ്ങനെ? അല്ല, ട്യൂഷൻ ഫീസ് അഫോർഡ് ചെയ്യാൻ കഴിയാത്ത ഞങ്ങളെ പോലുള്ള പാവങ്ങൾക്ക്. അനിൽകുമാറിനെ പോലെയുള്ള കുട്ടികൾക്കൊക്കെ എന്തിനാ ട്യൂഷൻ? ഒരു ട്യൂഷനും ഇല്ലാതെ തന്നെ യു ആർ എ റാങ്ക് ഹോൾഡർ. സാറിന് വാച്ചില്ലേ? ഇല്ല. അരയിൽ വല്ല നാഴികമണിയും കെട്ടിത്തൂക്കിയിട്ടുണ്ടോ? ഗ്യാൻഡിയെ പോലെ? ഒന്നുമില്ല. ഇതൊന്നുമില്ലാതെ എനിക്ക് എങ്ങനെ പങ്ക്ച്വലാകാൻ കഴിയുന്നു എന്നാണോ? അതെ. എന്നോട് ഇത് പലരും ചോദിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് വാച്ച് കെട്ടിയാൽ എന്റെ ഇപ്പോഴത്തെ കൃത്യനിഷ്ഠ എല്ലാം അവതാളത്തിലാവുന്ന. വാച്ച് കെട്ടിയ ടൈം ടേബിൾ തെറ്റുമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു റോളക്സ് വാച്ച് വാങ്ങിച്ചു തരാം.